കർക്കിടക മാസത്തിലെ ആരോഗ്യമൊക്കെ ഒന്ന് നോക്കിയാൽ കൊള്ളാം എന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ഫോളോ ചെയ്യണം എന്നുള്ളൊരു സംശയമാണെങ്കിൽ നമുക്ക് ചെറിയ ടിപ്പുകളായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ചെറു ചൂടായിട്ടുള്ള ആഹാരങ്ങൾ, ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡുകൾ, ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫുഡുകൾ, ഇതായിരിക്കണം നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. കുടിക്കുന്ന വെള്ളം ചെറു ചൂടായിട്ടോ അല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളമായിട്ട് നമുക്ക് കുടിക്കാം. കുട്ടികൾക്കാണെങ്കിൽ പനിക്കൂർക്കയോ തുളസി ഇലയോ ഇട്ട് തിളപ്പിച്ച വെള്ളമാകാം. പ്രായമുള്ളവർക്കാണെങ്കിൽ അയമോദകമോ ചുക്കോ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാവുന്നതാണ്. ഇനി ചായയും കാപ്പിയും ഒക്കെ ചെറുതായിട്ട് ഒഴിവാക്കി നമുക്ക് ചുക്ക് കാപ്പി ചെറു ചൂടായിട്ട് സിപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനി ഫ്രിഡ്ജിലെ ആഹാരങ്ങൾ അല്ലെങ്കിൽ അത് ഓവനിൽ ചൂടാക്കി അത് റീഹീറ്റ് ചെയ്ത് കഴിക്കുന്ന ആ ഒരു സ്വഭാവം നമ്മൾ ഒന്ന് ഒഴിവാക്കാം. തൈരിന് പകരമായിട്ട് നമ്മൾക്ക് മോരോ അല്ലെങ്കിൽ കാച്ചിയ മോരോ കൂടുതലായിട്ടും ഈ ഒരു കാലഘട്ടത്തിൽ ട്രൈ ചെയ്യാവുന്നതാണ്. അരിപ്പ്, കപ്പ അല്ലെങ്കിൽ ഹെവി ടു ഡൈജസ്റ്റ് ആയിട്ടുള്ള ആഹാരങ്ങളൊക്കെ ഒഴിവാക്കി കൂടുതലും സൂപ്പ്, അതിൽ നിങ്ങൾക്ക് മട്ടൺ സൂപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വെജിറ്റബിൾ സൂപ്പുകൾ, നെയ്യ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ചെറുപയറിട്ടുണ്ടാക്കിയ കഞ്ഞിയോ രസം പോലെയൊക്കെയുള്ള ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ആഹാരങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. ഈ കർക്കിടക കഞ്ഞി സേവനമാണെങ്കിൽ അത് കിറ്റ് വൈസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. സോ ദിവസേന ഒരു നേരം നിങ്ങൾക്ക് ഈ ഒരു കർക്കിടക കഞ്ഞി തീർച്ചയായിട്ടും സേവിക്കാവുന്നതാണ്. അമിതമായിട്ടുള്ള സ്പൈസസ്, ഓയിലി ഫുഡുകൾ, അധികമായിട്ട് ഉപയോഗിക്കുന്ന വെളുത്തുള്ളി, ഇവയെല്ലാം നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീടും പരിസരവും അഭിരാജിത ധൂമചൂർണം കൊണ്ട് പുകയ്ക്കുന്നതും വളരെയധികം ഉത്തമമായിരിക്കും. കുളിച്ചതിന് ശേഷം പ്രായമുള്ളവരായാലും കുട്ടികളായാലും രാസനാദി ചൂർണം നിങ്ങളുടെ ഉച്ചതലയിൽ അപ്ലൈ ചെയ്യുക. അമിതമായിട്ടുള്ള അധ്വാനം അല്ലെങ്കിൽ എക്സസൈസുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. പകൽ സമയത്തെ ഉറക്കവും നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇനി കർക്കിടകത്തിൽ 10 ഇല സേവനത്തിന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ഈ 10 ഇലകൾ എന്തെല്ലാമെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.